الحمد لله رب العالمين. أحمده سبحانه، هو الله الخالق البارئ المصور، له الأسماء الحسنى، يسبح له ما في السماوات والأرض، وهو العزيز الحكيم. وأشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد وهو على كل شيء قدير. وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله، وصفيه من خلقه وحبيبه. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ളു ഫള് കൊണ്ട് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മതിയായ പ്രതിഫലം ലഭിക്കുന്ന നിലക്ക് നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്യുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ കാരണമായി അല്ലാഹു നമ്മുടെ എല്ലാ പാവങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച് മരിക്കൽ ഖൈറാകുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹു നമ്മെയും നമ്മുടെ വന്യരായ മാതാപിതാക്കളെയും ഭാര്യമക്കളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് എല്ലാ മാന്യ സഹോദരങ്ങളെയും സന്തോഷത്തോടെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഒരുപാട് ഉസ്താദന്മാര് അൽഹംദുലില്ലാഹ് ക്ലാസ് റൂമിലുണ്ട്. തുടർന്നുകൊണ്ടുള്ള പരിപാടികളിലൊക്കെ അവര് നമുക്കൊക്കെ ആനുകാലികമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അല്ലാഹു നമ്മുടെ പ്രിയങ്കരായ ഉസ്താദന്മാർക്ക് അവരുടെ ഇൽമ് നല്ല നിലക്ക് ഈ സമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ, സമൂഹത്തിന് അത് ഉപകരിക്കാനുള്ള തൗഫീഖ് കൊടുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് കാലം ദീനിന് അതിന്റെ മുൻ നിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകാൻ സർവശക്തനായ തമ്പുരാൻ അവരെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, നമ്മുടെ നേതാക്കന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്ന് വിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി സേവനങ്ങൾ ചെയ്യാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നാം സംസാരിച്ചു വന്നിരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ കർക്കശമായ ഭാഷയിൽ നമ്മെ ബോധ്യപ്പെടുത്തിയ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചായിരുന്നു. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിന്റെ
പ്രാധാന്യത്തെക്കുറിച്ചും ഇല്ലാതിരുന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ ആയിരുന്നു നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടുള്ള 1-2 ഹദീസ് കൂടി സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ബോധവാന്മാരാണ് നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്. പരമാവധി ആ ഉത്തരവാദിത്വം നാം നിർവഹിക്കുന്നവരുമാണ്. നമ്മിൽ പലരും കുടുംബനാഥന്മാരാവാം, സ്ഥാപന മേധാവികളാകാം, സംഘടനാ ഭാരവാഹികളാവാം. അങ്ങനെ പല നിലക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ് നമ്മിൽ പലരും. ഒരു ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. ഒന്നുമില്ലെങ്കിൽ ഇനി മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഒരു സംഘടനയുടെ ഉത്തരവാദിത്വമല്ല, ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമല്ല, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വമല്ല, അതിലേക്ക് നടന്നു വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല. എന്നാൽ പോലും സ്വന്തം ശരീരത്തോടുള്ള ഉത്തരവാദിത്വം അതുണ്ടാവുമല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ തന്റെ ചുറ്റുഭാഗത്തോടുള്ള ഉത്തരവാദിത്വം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം, അത് അങ്ങനെ എങ്ങനെയായാലും അത് നമ്മളെ പിന്നെ പെരടിയിൽ വരും. ഈ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം, സർവോപരി പടച്ച തമ്പുരാനോടുള്ള ഉത്തരവാദിത്വം, ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ ഒഴിവാകുന്ന ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും നിലക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ അറിയുണ്ടാവില്ല നമുക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ സംഘടന അല്ലെങ്കിൽ സ്ഥാപന ഭാരവാഹികളൊക്കെ ആവുമ്പോൾ നമുക്കറിയാലോ നമ്മൾ ഏറ്റെടുക്കുക തന്നെയാണ്. സത്യത്തിൽ അപ്പൊ നമ്മൾ വല്ലാത്തൊരു ഭാരാണ്, നിലവിലുള്ള ഇതിനേക്കാൾ കൂടുതൽ വലിയൊരു ഭാരാണ് ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പലപ്പോഴും ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സംഘടനാ രംഗത്ത് വളരെ വ്യാപകമായ രീതിയിൽ മത സംഘടന രംഗത്തേക്ക് പോലും അത്തരം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കടന്നു വരുന്നു എന്ന് അറിയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. സാധാരണഗതിയിൽ അത്തരം അശ്വരസങ്ങൾ, വേണ്ടാത്ത ശബ്ദങ്ങളൊക്കെ കാണാറ് കേൾക്കാറ് മറ്റു ചില സംഘടനാ സംവിധാനങ്ങളിലാണ്. പക്ഷെ അത് ക്രമേണ മത സംഘടനകളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു ലാഭം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭൗതികമായി നാം ചിന്തിക്കുമ്പോൾ ഒരു ലാഭം അതുകൊണ്ട് കാണൂല. എന്നാലും വേണ്ടിയില്ല അതിനുവേണ്ടി കടിപിടി കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാലോ ആ ഏറ്റെടുക്കുന്നവർ വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാലോ. ആ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അവരെത്രമാത്രം വിജയിക്കുന്നുണ്ട് എന്ന് അവരുടെ കാലാവധി തീരുമ്പോൾ നാം ചിന്തിച്ചു നോക്കുമ്പോൾ വട്ടപൂജ്യമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അതിന്റെ അയലത്തുകൂടി അടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരൊക്കെ അകറ്റി നിർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. അത് ഒരുപാട് രംഗത്തിന് വിശാലമാക്കണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏത് രംഗത്താണെങ്കിലും ശരി ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവൻ ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ അവന് സഹായം ലഭിച്ചില്ല. അത് കാരണത്താൽ തന്നെ ആരാണോ അവനത് ഏൽപ്പിക്കുന്നത് അവര് അതിനനുസരിച്ച് പ്രതികരിക്കും. അപ്പൊ അവരുടെ പ്രതികരണം വൻ വീഴ്ചയിലേക്കായിരിക്കും ചിലപ്പോൾ ഇവരെ കൊണ്ടുപോകുക. ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത അഗാധ ഗർത്തത്തിലായിരിക്കും അവർ ചെന്ന് വീഴുക. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് ഉയർന്നു വരാൻ ഒരുപക്ഷെ അവരുടെ മരണം വരെ കഴിയാത്ത ചുറ്റുപാടുണ്ടാവും. അങ്ങനെയൊക്കെ രംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കും എന്നെ ശ്രദ്ധിക്കുന്ന എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ആ ഉത്തരവാദിത്തങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിർവഹിക്കുന്നവരാണ് നാം. ഇന്നലെ നമ്മളത് വളരെ വിശദമായിട്ട് ഒരു പിതാവിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടതിന് ശേഷം
ബഹുമാനപ്പെട്ട അഷ്റഫ് അലി ഉസ്താദ് വന്നുകൊണ്ട് ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ അത് വിശദീകരിക്കുകയുണ്ടായി. ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ന് തന്നെ നോക്കൂ, ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗം. ഒരു പിതാവിനെ, സ്വന്തം ഉപ്പയെ മക്കൾ കൂടിയിട്ട് കൊല്ലുക എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റുള്ള കാരണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കേസ് സജീവമായിട്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അന്ന് പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ. സ്വന്തം ഉപ്പയെ, ഇന്നലൊക്കെ കേട്ടിരുന്നത് ആഡംബര ജീവിതം നയിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അവർക്ക് ആവശ്യപ്പെടുന്ന പണം ഈ പിതാവ് കൊടുത്തില്ല എന്ന കാരണം, അതായിരുന്നു കാര്യമായിട്ട് അതിന്റെ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു വിഷയം. ഒരു ഗൾഫുകാരന്റെ മക്കളായിട്ട് ഞങ്ങൾ ഇങ്ങനല്ലല്ലോ ജീവിക്കേണ്ടത്, കുറച്ചൊക്കെ ഒരു അന്തസ്സായിട്ട് അഭിമാനത്തോടു കൂടെ ഒരു അടിപൊളി ജീവിതമൊക്കെ നയിക്കേണ്ടവരല്ലേ ഞങ്ങള്, ഇങ്ങനെ ആയാ പറ്റൂലല്ലോ. ഉപ്പ ഗൾഫില് വ്യവസായിയാണ്, ധാരാളം പൈസ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് നാട്ടിൽ ഞങ്ങൾക്ക് ആ പൈസയുടെ പവർ പ്രകടിപ്പിച്ചുകൂടാ? ഞങ്ങളെ സുഹൃത്തുക്കൾക്കിടയിൽ, ഞങ്ങളെ കുടുംബങ്ങൾക്കിടയിൽ അങ്ങനെ ചെയ്തുകൂടാ എന്ന ചിന്ത സ്വാഭാവികമായും 24ഉം 22ഉം ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ അത് പ്രേരിപ്പിച്ചിരിക്കാം. അവസാനം എവിടെ എത്തുന്നത്? ആ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ ആ പിതാവിനെ എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് മക്കൾ തന്നെ ഉന്മൂലനം ചെയ്യുകയാണ്. മക്കൾ തന്നെ കൊല്ലുന്നൊരു ചുറ്റുപാട്. സ്വന്തം വാപ്പയെ, അതും മറവിലല്ല, മുഖത്ത് നോക്കിയിട്ട് തലയണ മുഖത്തമർത്തിയിട്ട് ആ പിതാവ് പിടക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് ആ നിലക്ക് അവർ കൊന്നുകളയുകയാണ് സ്വന്തം ഉപ്പയെ. അതിന്റെ എന്താണ് ഇങ്ങനെ ഒരു പിതാവിനെ ആ രീതിയിൽ വധിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ ഈ മക്കളെ പ്രേരിപ്പിച്ചത്? അത് എവിടുന്ന് തുടങ്ങി എന്നതിനെക്കുറിച്ച് നാം പിറകോട്ട് ചിന്തിക്കുമ്പോഴാണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞ മക്കളെ എങ്ങനെ വളർത്തണം, ഏത് രീതിയിലായിരിക്കണം, എങ്ങനെയാണ് അവർക്ക് ധാർമ്മികമായ ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്ന വിഷയത്തിലേക്ക് നമ്മയൊക്കെ കൊണ്ടുപോകുന്നത്. ചെറുപ്പത്തിലെ അവർക്ക് ധാർമ്മിക ബോധത്തിലൂടെ അവിടെ വളർത്തിയിരുന്നുവെങ്കിൽ അവർക്ക് ഇന്ന രീതിയിലാണ് ജീവിക്കേണ്ടത്, ഇന്നതൊക്കെ നമുക്ക് അനുഭവിക്കാവൂ, ആസ്വദിക്കാവൂ എന്ന രീതിയിൽ, പൈസ ഉണ്ട് എന്ന് വിചാരിച്ച് ഏത് രംഗത്തും നമുക്ക് ഇറങ്ങാൻ പറ്റും, ഏത് രീതിയിലും ജീവിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിന് പകരം അതൊക്കെ അള്ളാഹു തന്ന നിഅമത്താണ്, ആ നിഅമത്ത് നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഒരു പരിമിതിയുണ്ട് എന്ന ഒരു ബോധം ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ പറയാം അള്ളാഹുവിന്റെ ഖളാ ആണ്, അതോടുകൂടെ തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ അതിന് പകരം മറ്റൊരു രീതിയിൽ ആ മക്കൾ വളർന്നു വലുതാകുമ്പോൾ ആ മക്കളുടെ ജീവിതാന്തരീക്ഷം, ഇന്നലകൾ ഒക്കെ ഇതിനെ നാം വിലയിരുത്തുമ്പോൾ ഒരുപാട് അപാകതകൾ, ഒരുപാട് തെറ്റുകൾ പിതാക്കളുടെ, മാതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതില്ലാതിരിക്കാനാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹദീസ് വചനങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത്. മാതാവിനോട് പറഞ്ഞു, നിന്റെ മക്കളെ കാര്യത്തിൽ, ഭർത്താവിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ, വീട്ടിന്റെ കാര്യത്തിൽ നിനക്ക് കണിശമായ ഉത്തരവാദിത്വമുണ്ട്. പിതാക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ മക്കളെ വളർത്തുന്നതിൽ. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുമ്പോൾ ഈ ലോകത്ത് തന്നെ അത് അനുഭവിക്കേണ്ടി വരികയാണ് പിതാക്കൾ. മാതാക്കൾ, ഇന്നലെ നമ്മൾ ചരിത്രം പറഞ്ഞല്ലോ, ഒരു അർഷാദിന്റെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അവന്റെ ഒരു ചരിത്രം പറഞ്ഞു. ചെലവ് കൊണ്ടിട്ട് സ്വന്തം മാതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ആ ചെറുപ്പക്കാരൻ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മറ്റൊരു വാർത്തയാണ്. ഒക്കെ നമ്മന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാകുകയും ചെയ്യുക. ഇതിലും വലിയ നമുക്ക് നാണക്കേട് തോന്നുകയല്ലേ? നമ്മൾ മദ്രസയിൽ നിന്ന് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നും മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ പഠിച്ചു വരുന്ന ആളുകൾ. ഇത് ഞാൻ സാന്ദർഭികമായി ഓർത്തുപോവുകയാണ്. ഒരിക്കൽ ഹൈസ്കൂളിൽ വെച്ച് അവിടുത്തെ മാഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഗവൺമെന്റ് ഹൈസ്കൂളാണ്, അവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് അധ്യാപകർക്കെതിരെ, അധ്യാപികമാർക്കെതിരെ, ടീച്ചേഴ്സിനെതിരെയൊക്കെ വല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്, അനുസരണക്കേട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്, പിതാക്കളുടെയും മാതാക്കളുടെയും പരാതി കൂടുതലുണ്ടാകുന്നത് നിങ്ങളുടെ സമുദായത്തിൽ നിന്നാണ്.
നിങ്ങളാണെങ്കിലോ മദ്രസയിൽ വെച്ച് ഈ കുട്ടികളോടെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മാതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എന്തേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരിഞ്ഞു പോകുന്ന ഒരു രംഗം ഉണ്ടാവുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ അവിടെ എവിടെ പേക്കണെന്ന് നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്കാണ്ട് ഇറങ്ങിച്ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ജീവിതം ചെറുപ്പം മുതലുള്ള അവരുടെ ചുറ്റുപാടൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു, പിതാക്കളിൽ നിന്ന് മാതാക്കളിൽ നിന്ന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മക്കളെ നല്ല നിലക്ക് കൊണ്ടുപോകുന്നതിൽ, അവർ കൊണ്ട് വളർത്തുന്നതിൽ അവർ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ശരി, അപ്പൊ ആ രീതിയിലൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന പലരും ഗൾഫുകാരാണ്, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. വല്ലപ്പോഴും കിട്ടുന്ന ലീവ്, ആ ലീവിൽ മാത്രമേ നമ്മൾ മക്കളുമായിട്ട് അടുത്ത് ഇടപഴകാൻ കഴിയുന്നുള്ളൂ. എന്നാൽ കൂടി പിന്നെ ബാക്കിയൊക്കെ നമ്മൾ വേണ്ടതൊക്കെ ചെയ്യുക. അതിന്റെ പുറമെ അള്ളാഹുവിനോട് പരമാവധി ദുആ ചെയ്യുക. മക്കളുടെ കാര്യത്തിൽ എപ്പോഴും നമ്മളെ ശ്രദ്ധയുണ്ടാകണം. മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യണം. മക്കള് അവിടെ നല്ല സുരക്ഷിതരാണ്, എല്ലാം ഉഷാറാണ്, അവരെ നോക്കാനും ഒക്കെ ആളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നാം അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം മക്കളുടെ കാര്യത്തിൽ, അവരുടെ ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിന് വേണ്ടി. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഒരു മകൾക്ക് വേണ്ടി ഒരു ഭർത്താവിനെ, ഒരു പുതിയാപ്പിളയെ തെരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അവന്റെ ഈ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങളാണ്. അവൻ എത്രമാത്രം സാമ്പത്തിക ശേഷിയുണ്ട്, എത്ര എല്ലാതൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നാൽ പരലോകത്തേക്കുള്ള കാര്യങ്ങളിൽ ധാർമ്മികമായിട്ടുള്ള അവന്റെ ജീവിതത്തിന്റെ നിലവാരം എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഈയിടെ നമ്മുടെ അടുത്ത് പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. ആ കുട്ടി വിവാഹം കഴിഞ്ഞപ്പോ, അപ്പൊ വിവാഹം നിശ്ചയിച്ചപ്പോൾ നമ്മളടുത്ത് പഠിച്ച കുട്ടിയാണ്, നല്ല സമർത്ഥയായ കുട്ടിയാണ്. പഠിക്കുന്ന സമയത്ത് ഇസ്ലാമികമായ ചുറ്റുപാടിലൂടെ മാത്രം വസ്ത്രം ധരിച്ചിരുന്ന നല്ലൊരു മിടുക്കിയായ, പഠിക്കാനൊക്കെ സമർത്ഥയായ ഒരു കുട്ടി. ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ പിതാവ് വന്നിട്ട് ഇങ്ങനെ വളരെ ആളെ അഭിമാനത്തോടുകൂടെ ഇങ്ങനെ ആ മകനെ, അത് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന മകനെ കുറിച്ച്, ഈ കുട്ടിയുടെ ഭാവി വരനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. വല്ലാതെ സംസാരിക്കുന്നുണ്ട്. അവരുടെ കൊച്ചിയിൽ 2 ഫാക്ടറി ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്, അവിടെ ഇതുണ്ട്, ബാംഗ്ലൂർ കച്ചവടമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ സാമ്പത്തികമായ ഉയർച്ചയെക്കുറിച്ച് വല്ലാതെ പറയണ. എളാപ്പാർക്ക് അതുണ്ട്, പിന്നെ കോഴിക്കോട് കോഴിക്കോട്ട് നിന്ന് പിന്നെ ബോംബെ കൂടുന്ന 2 ബസ്സുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നാൽ ആ സംസാരത്തിന്റെ ഇടക്ക് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ കുട്ടിയുടെ ധാർമ്മികമായ ചുറ്റുപാടിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആ കുട്ടി പിന്നെ നല്ല നിസ്കരിക്കലും ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഉഷാർ തന്നെയാണല്ലോ. നമ്മുടെ സംഘടനാ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലാതെ പിന്നെ ആ നിലക്കൊക്കെ ചോദിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ വരുന്നേ ഇല്ല. ആ ഭാഗത്തൊക്കെ അവസാനം വല്ലാതെ ഞാൻ ചോദിച്ചപ്പോ കൊടുത്തിട്ടുണ്ട്, 1,00,000 റുപ്യ അടുത്ത് പോലെ പള്ളിക്ക് വേണ്ടി സംഭാവന കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ കുട്ടിയുടെ വ്യക്തിപരമായി ആ കാര്യത്തെ ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ടുവരുന്നത്, അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. ഈ കുട്ടി ധാർമ്മികമായിട്ട് വരാൻ പോകുന്ന നമ്മുടെ കുട്ടിയുടെ ഭർത്താവാകാൻ പോകുന്ന അവന്റെ ധാർമ്മികമായ ജീവിത നിലവാരം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചന പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. മറ്റുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. കച്ചവടത്തിൽ എത്രമാത്രം സമർത്ഥനാണോ എന്ന്. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ഈ നല്ല നിലക്ക് വളരെ അച്ചടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ ഇസ്ലാമിക ശിക്ഷണത്തിൽ വളർന്ന ഈ കുട്ടി പിന്നീട് എന്തായിത്തീരുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായിത്തീരും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അവിടെയൊക്കെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം നിർവഹിക്കണം. ആ രംഗത്തൊക്കെ നാം നിർവഹിക്കേണ്ടതുണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇല്ലാതിരുന്നാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് 1-2 ഹദീസ് കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. وأن أبي على معقل بن يسار رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما من عبد يسترعيه الله رعية يموت يوم يموت وهو غاش لرعيته إلا حرم الله عليه الجنة. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്,
എന്താണ്? ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും അധികാരം കൊടുത്തു, മാമിൻ അബ്ദിൻ, ഏതെങ്കിലും ഒരടിമ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു അധികാരം കൊടുത്തു, ആ അധികാരത്തോടു കൂടെ അവൻ മരിച്ചു പോവുകയാണ്. പക്ഷേ വഹുവ ഗാശിൽ റഇയതിഹി, അവൻ എന്തൊരു അധികാരമാണോ അവൻ കൊടുത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഏൽപ്പിച്ചത്, എന്തൊരു ഉത്തരവാദിത്വമാണോ ആ ഉത്തരവാദിത്വത്തിൽ തികച്ചും അവൻ പറ്റിച്ചിരിക്കുകയാണ്, വഞ്ചിച്ചിരിക്കുകയാണ്. അതിൽ ആത്മാർത്ഥതയോടുകൂടെയുള്ള ഒരു ചുറ്റുപാടും ഒരു കാൽവെപ്പുകളും അവന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. തികച്ചും ആ ഉത്തരവാദിത്വത്തിൽ അവൻ വഞ്ചന നടത്തിയിരിക്കുന്നു. ആ രീതിയിൽ അവൻ മരിച്ചുപോയാൽ ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ ഹറാമായിട്ടല്ലാതെ അവൻ മരിച്ചു പോവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി. ഇനി ആ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച്, ഉത്തരവാദിത്വം നിർവഹിക്കാഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചുകൂടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ, ഇതൊരു അടിമ എന്ന് പറഞ്ഞാൽ വ്യാപകമായ അർത്ഥത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് അതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഒരു അടിമ എന്നാണ്, അള്ളാഹുവിന്റെ ദാസൻ. അത് എല്ലാ അർത്ഥത്തിലും പെടുമല്ലോ. ആണും പെണ്ണും അതിൽ പെടുന്നു, തൊഴിലാളിയും മുതലാളിയും അതിൽ പെടുന്നു, പണ്ഡിതനും പാമരനും അതിൽ പെടുന്നു, വാപ്പയും മക്കളും അതിൽ പെടുന്നു. എല്ലാവരും പെടുന്ന ഒരു അർത്ഥത്തിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിച്ചത്. അതിനൊക്കെ അപ്പൊ അവർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാവും. ആ ഉത്തരവാദിത്വം അതേ കൂടെ ആ ഉത്തരവാദിത്വം അവനിൽ നിന്ന് നീങ്ങുന്നില്ല. അവന്റെ പലടിയിൽ തന്നെ ആ ഉത്തരവാദിത്വമുണ്ട്. ആ രീതിയിൽ അങ്ങനെ ആ ഉത്തരവാദിത്വത്തോടുകൂടെ അവൻ മരിച്ചു പോകുക. പിതാവാണ് എന്ന നിലക്ക് തന്നെയാണ് മരിച്ചു പോകുന്നു. ഒരു ഉമ്മയാണ് എന്ന നിലക്ക് തന്നെയാണ് മരിച്ചു പോകുന്നു. അപ്പൊ അപ്പോഴൊക്കെയും അവരുടെ പേരിൽ, അവരുടെ ചുമലിൽ ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ആരോടാണോ അവൻ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്, എന്തിനോടാണോ അവൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്, കടമയും കടപ്പാടും ഉണ്ടായിരുന്നത്, ആ കടപ്പാടുകൾ നിർവഹിക്കാതെ, കടമകൾ നിർവഹിക്കാതെ, ഉത്തരവാദിത്വം നിർവഹിക്കാത്ത രീതിയിൽ അവൻ മരിച്ചു പോയാൽ അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്കും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുക. അപ്പൊ ഉത്തരവാദിത്വ നിർവഹണം എത്രമേൽ വലുതാണ്, എത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഈ കൊച്ചു ഹദീസിൽ നിന്ന് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയും. ഒരുപാട് വിശാലമായിട്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റു ഹദീസുകളിൽ പറഞ്ഞു. ഇനി ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നാൽ ആ രീതിയിൽ പിന്നെ എന്താ വെച്ചാൽ, അങ്ങനെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരുപാട് വിട്ടുവീഴ്ച അവന്റെ മേൽ സംഭവിച്ചു പോയി. അങ്ങനെ അതൊക്കെ പിന്നെ അള്ളാഹുവിനോട് അവൻ പൊറുക്കലിനെ തേടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങി. അങ്ങനെയാണെങ്കിൽ അവന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ആ രീതിയിൽ മരിക്കുമ്പോൾ പോലും ആ ഉത്തരവാദിത്വം അതിൽ അവൻ വഞ്ചന ചെയ്തിരിക്കുകയാണ്, അവന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, മനഃപൂർവ്വം അവൻ വഞ്ചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, എല്ലാ രംഗത്തും അത് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, എല്ലാ രംഗത്തും അതുണ്ടാവും. അപ്പോ അതിപ്പോ ഏത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ വിഷയത്തിലാണ് വിശാലമായിട്ട് ചിന്തിച്ചാൽ മതി. എത്തിങ്ങാനാണെങ്കിലും ശരി, അറബി കോളേജ് ആണെങ്കിലും ശരി, മദ്രസയാണെങ്കിലും ശരി, പള്ളിയാണെങ്കിലും ശരി, എല്ലാം ചിന്തിച്ചാൽ മതി. അത് ഓരോന്നിടത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അന്നൽക്ക് അവിടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഒരു നമുക്ക് ഒരുപാട് ആളുകളോട് ബാധ്യത വരില്ല. അപ്പോ ആ ഉത്തരവാദിത്വം എത്തിങ്ങാനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറക്കാര്യമൊന്നല്ല. ആ കുട്ടികളോട് ബാധ്യതയുണ്ട്, അവരുടെ രക്ഷിതാക്കളോട് ബാധ്യതയുണ്ട്, അതുപോലെ മറ്റു പലരോടും ആ വിഷയത്തിൽ നമ്മൾ ഈ സമൂഹത്തിനോട് ബാധ്യതയുണ്ട്. സമൂഹം നമ്മളെ ഏൽപ്പിക്കുകയാണ് ആ ഉത്തരവാദിത്വം. നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ നോക്കേണ്ടതാണ്. ഓരോ മഹലിലും എത്തീം കുട്ടികൾ ഉണ്ടാകുമ്പോൾ, അനാഥകൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളെ സംരക്ഷണം ആ മഹലിൽ, ആ ചുറ്റുപാടിലുള്ള ആളുകൾ ധനാഢ്യം ഏറ്റെടുക്കേണ്ടതാ. പക്ഷെ അതിനുവേണ്ടി വേണ്ട, നിങ്ങളെ ഏറ്റെടുക്കേണ്ട, ഞങ്ങളത് നടത്തിക്കോളാം എന്ന് പറഞ്ഞൊരു സ്ഥാപനം മുന്നോട്ട് വരുമ്പോൾ, ഒരു അനാഥാലയം മുന്നോട്ട് വരുമ്പോൾ അവരെ നാം ഏൽപ്പിക്കുന്നു, ആ രക്ഷിതാക്കളെ ഏൽപ്പിക്കുന്നു, എല്ലാം ഏൽപ്പിക്കുന്നു. അപ്പൊ ആ രീതിയിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. വല്ലാത്ത ഉത്തരവാദിത്തമാണത്. അപ്പൊ ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത രീതിയിൽ അങ്ങനെയാണ് മരിച്ചുപോയി എന്ന് വെക്കുക. അത് ഉത്തരവാദിത്വം നിർവഹിക്കാഞ്ഞാൽ വരെ അങ്ങനെയാണ്. പിന്നെയാണോ മറ്റുള്ള കാര്യങ്ങൾ അവരുടെ കഞ്ഞിയിൽ
പോയി വാരിടുന്നതും അതിൽ പിച്ചച്ചട്ടി കൈ വാരിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ അവരുടെ പേരിൽ മാത്രം ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, എത്തിൻകുട്ടികളില്ലെങ്കിൽ എത്തിഖാനങ്ങളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടൊക്കെ. അതായത് ഞാൻ അതിലേക്കൊന്നും കടക്കല്ല, അതായത് ആ വിഷയമല്ലല്ലോ നമ്മളത്. ഏതാനും പക്ഷേ അതൊക്കെ നമ്മൾ പരത്തി വായിച്ചാൽ മതി, അതൊക്കെ പരത്തി മനസ്സിലാക്കിയാൽ മതി. അന്നലക്ക് ചുരുക്കത്തിൽ ആ ഉത്തരവാദിത്വം ഏതൊരാള് ആ ഉത്തരവാദിത്വം ഇതൊന്നും പറയാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ശരി ഞാൻ പറയുകയാണ്, ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത രീതിയിൽ അവൻ മരിച്ചു പോവുകയാണെങ്കിൽ അവൻ നരകത്തിന്റെ വിറകായി മാറും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംഭവം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും. മാമിൻ അമീരിൻ യലി ഉമൂറൽ മുസ്ലിമീന സുമ്മ ലാ യജ്ഹദു ലഹും വയൻസഹു ലഹും ഇല്ലാ ലം യദ്ഖുൽ മഅഹുമുൽ ജന്ന. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന്റെ ഒരു മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ഒരാൾ ഏറ്റെടുത്തു, അങ്ങനത്തെ ഒരു അമീർ, അവിടെ ഒരു അമീറിനെ പറ്റിയാണ് പറയുന്നത്. അമീർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്ന് നമുക്ക് പറയാം. ആ അമീർ ഒരു മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടു ആ മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ. എന്നിട്ട് ആ മുസ്ലിങ്ങളുടെ കാര്യത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ഒന്നും അവൻ ചെയ്തില്ല. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമവും അവന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അമീറാന്ന് പറഞ്ഞിട്ട് മന്ത്രിയാന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നു എന്നല്ലാതെ ആ സമൂഹത്തിന്റെ ആരുടെ ഉത്തരവാദിത്വമാണോ ആരുടെ അധികാരമാണോ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ നിലക്ക് അവരുടെ വിജയത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി, അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ആ നിലക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരാൾ, അതുപോലെ തന്നെ ഗുണകരമായ ഉപദേശങ്ങൾ അവർക്ക് നൽകിയില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, പിന്നെ എന്താണ് ബോധവൽക്കരണം, അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ ബോധവൽക്കരണം ഉണ്ടാകണം എന്നാ, ക്യാമ്പസുകളിലൂടെ, സ്കൂളുകളിലൂടെ, ഹൈസ്കൂളുകളിലൂടെ ഒക്കെ ബോധവൽക്കരണം നടത്തണം. എന്നെങ്കിലേ എന്താവുള്ളൂ മദ്യപാനൊക്കെ പിന്നെ ഈ സമൂഹത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ എടുത്തു പോകുള്ളൂ. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഒന്നും കൂടി ബന്ധു പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ. അപ്പൊ ബോധവൽക്കരണം അപ്പൊ നടത്താതിരുന്നതൊക്കെ, ബോധവൽക്കരണം നടത്തുന്നതൊക്കെ നല്ല തന്നെയാണ്. ആ ബോധവൽക്കരണം നടത്തിയില്ല, അതും ചെയ്തില്ല. എന്നാൽ അവരോട് കൂടെ ഇവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഉണ്ടാവൂല. രണ്ടു കൂട്ടരും ചിലപ്പോൾ പയച്ചു പോകും. അപ്പൊ അവര് ചെയ്യുന്ന തിന്മകൾക്ക് കൂട്ടുനിൽക്കുക എന്നൊരു ചുറ്റുപാടുണ്ടാവും. കള്ളുകുടിയന്മാർക്ക് കള്ളുകുടിക്കാനുള്ള അവസരങ്ങൾ പിന്നെയും പിന്നെയും സൃഷ്ടിച്ചു കൊടുക്കുക. അപ്പോ സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ അപ്പൊ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവർക്ക് ഒഴിവാകാൻ പറ്റൂല. ഇവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഹചര്യങ്ങൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ എല്ലാ വിഷയത്തിലുമുള്ള കാഴ്ചപ്പാട്. മദ്യപാനത്തിന്റെ വിഷയത്തിലാണെങ്കിലും ശരി, പലിശയുടെ വിഷയത്തിലാണെങ്കിലും ശരി, വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ, ഏത് വിഷയം നാം ചിന്തിക്കുമ്പോഴും അവിടെയൊക്കെ ഇസ്ലാം ആദ്യം ചെയ്തത്, മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമേ ചെയ്തത്, അവിടെ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ അങ്ങോട്ടില്ലാതെയാക്കി. സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കിയതിന് ശേഷമാണ് അത് വിലക്കുണ്ടാകുന്നത്. നമ്മൾ സാഹചര്യങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൊടുക്കുക, എന്നിട്ട് പിന്നെ അത് ചെയ്യരുതെന്ന് പറയാൻ എങ്ങനെ നടക്കുക? പിന്നെ നമ്മളെ പിന്നെ ഹംസമാഷ് പറയുന്നത് പോലെ ഇക്കിളിയാക്കിയിട്ട് പിന്നെ ചിരിക്കരുത് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ഒന്ന് ഇക്കിളിയാക്കുകയാണ്, ചിരിക്കാൻ പാടില്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അതുണ്ടാവില്ലല്ലോ. ഇക്കിളിയാക്കിയാൽ പിന്നെ ചിരിക്കുമല്ലോ. അപ്പൊ ആദ്യം സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്യേണ്ടത്. ആ സാഹചര്യങ്ങൾ മദ്യം കിട്ടാത്തൊരു ചുറ്റുപാടുണ്ടാക്കുക, അല്ലെങ്കിൽ തന്നെ പിന്നെ നമുക്ക് വ്യഭിചാരത്തിന്റെ വലാ തഖറബു സിന, അങ്ങനെയുള്ള വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് വെച്ചാൽ അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ നോട്ടം പോലും ഇസ്ലാം അതിന്റെ പ്രഥമ പടി, അതിന്റെ മുഖപുര പോലും ഇസ്ലാം വിരോധിക്കുകയാണ്. അന്നലക്കാണ് അത് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തത്. നല്ലൊരു തലമുറയെ കുറച്ചു കാലം കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കൺകുളിർക്കെ കണ്ട് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം എന്നതുപോലെ തന്നെയാണ് ഇവിടെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ്. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ ഭരണാധികാരിയുടെ പിന്നെ വളർച്ചക്കും ഉയർച്ചക്കും പുരോഗതിക്കൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ തന്നെ തിന്മകളിൽ നിന്ന് ഇവരെ പിറകോട്ട് കൊണ്ടുപോരാൻ വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അതാര് പറഞ്ഞാലും അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു ചുറ്റുപാട് പാടെ ഇല്ലാതെയാകുന്ന ഒരു ചുറ്റുപാട്, തിന്മകൾ ഇല്ലാതെയാകുന്ന ഒരു ചുറ്റുപാട്, അതിന്റെ സാഹചര്യങ്ങൾ, അതുകൊണ്ട് എത്ര നഷ്ടം സംഭവിക്കാനും ശരി, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോ.
അതുകൊണ്ട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഭൗതികമായി നാം ചിന്തിക്കുമ്പോൾ ഒരുപാട് നഷ്ടം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാം നമുക്ക്. അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല. നഷ്ടങ്ങൾ തന്നെയാണ് പിന്നീട് ശാശ്വതമായ ലാഭത്തിലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ചില നഷ്ടങ്ങൾ വലിയ ലാഭത്തിലേക്കാണ് പിന്നെ കൊണ്ടുപോയി ചേർത്തുക. അത് നമ്മൾ ഈ ദുനിയാവിന്റെ മാത്രം ചിന്തിച്ചാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പരലോകത്തേക്കാണ് ചിന്തിക്കുമ്പോഴോ ശാശ്വതമായ വിജയം കിട്ടണമെങ്കിൽ ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും, ഒരുപാട് നഷ്ടങ്ങൾ. അങ്ങനെ തുറന്നു വിടുകയാണെന്ന് വെച്ചാൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ ഇസ്ലാം ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് അവനോട് കൽപ്പിച്ചത്. ഇസ്ലാം ഈ വ്യക്തിയോട് ചെയ്യുന്ന കാരുണ്യം കൊണ്ടാണല്ലോ. അള്ളാഹു ഈ കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെ, ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയതും ചില കാര്യങ്ങൾ വിരോധിച്ചതും ഒക്കെ അതുകൊണ്ടാണ്. ഏതായാലും ശരി, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൽ നമുക്ക് വലിയ പാഠം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ ആ വീഴ്ചക്ക് പരിഹാരം നാം കണ്ടേ പറ്റൂ. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയേ പറ്റൂ. ഏതെങ്കിലും വിഷയത്തിൽ ഒരുപാട് നമ്മളെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ചെറുതായി കാണുമെങ്കിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകൻ അതിന്റേതായ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അവന്റെ സമയം ആ മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിലല്ലാതെ ഒരു മിനിറ്റ് മറ്റൊരു വിഷയത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ, നമ്മൾ സാധാരണ ഉസ്താദന്മാർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തരലുണ്ടല്ലോ, 2 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ ആ 2 മണിക്കൂറിൽ ഒരു കുറച്ച് സമയം ഫോൺ ചെയ്യാൻ, അവന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഫോൺ ചെയ്യാൻ ഉപയോഗപ്പെടുത്തി നിൽക്കുക. മദ്രസയുമായി അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടോ വിദ്യാർത്ഥികൾ സംബന്ധമായിട്ടോ സ്ഥാപന സംബന്ധമായിട്ടോ ഒന്നല്ല, അവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അത് നഷ്ടം തന്നെയാണല്ലോ. അത് ആ വിദ്യാർത്ഥികൾക്ക് നഷ്ടമാണ്. 1 മിനിറ്റ് ആണെങ്കിൽ 35 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 35 മിനിറ്റ് ആ വിദ്യാർത്ഥികളുടേത് അവൻ നഷ്ടപ്പെടുത്തുന്നു. അതിന് മറുപടി പറയേണ്ടി വരും. ഉത്തരവാദിത്വം എന്നുള്ള ഒളിച്ചോട്ടാണത്. ചുരുക്കത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും. അപ്പൊ അള്ളാഹുവിനോട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വല്ലതും സംഭവിച്ചു പോയെങ്കിൽ അതോടുകൂടി മരിക്കുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ശിക്ഷ ഭയാനകരമാണ്. അതുകൊണ്ട് അതിന്റെ മുമ്പ് ആ വിഷയത്തിൽ നിന്ന് തൗബ ചെയ്യണം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ അറിയിക്കുന്നത്. മറ്റൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ്. ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ അല്ലേ? അതായത് ആ റൂമ് 90. اوكي. وعن عائشة رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول في بيتي هذا اللهم من ولي من أمر أمتي شيئا فشق عليهم فاشقق عليه ومن ولي من أمر أمتي شيئا فرفق بهم فارفق به. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വളരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്റെ ഈ വീട്ടിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും കൂടി സ്തുബൂത്താക്കാൻ, സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എവിടുന്നാന്ന് പറഞ്ഞത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ആ സാഹചര്യം എനിക്ക് ഇപ്പോഴും തീർച്ചയായിട്ടും എന്റെ മനസ്സിലുണ്ട്. ആ രംഗം ഞാനിങ്ങനെ കാണുന്നുണ്ട് എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. എന്റെ ഈ വീട്ടിൽ നിന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അല്ലാഹുമ്മ വലിയ മിൻ ഉമ്മത്തി ഷൈഅ, അല്ലാഹുവേ എന്റെ ഈ സമൂഹത്തിന്റെ ഏതെങ്കിലും കാര്യം, എന്റെ ഉമ്മത്തിന്റെ കാര്യങ്ങളിൽ നിന്നൊരു കാര്യം ഒരാളെ ഏൽപ്പിക്കപ്പെട്ടു, അദ്ദേഹത്തെ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എന്നിട്ട് ഫശക്ക അലൈഹിം, അവർക്ക് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തിട്ട് പരമാവധി ദ്രോഹമാണ് അവർക്ക് ചെയ്തത്, അവരെ വിഷമിപ്പിക്കുകയാണ് ചെയ്തത്, അവരെ കണ്ണീര് കുടിപ്പിക്കുകയാണ് ചെയ്തത്. കൃത്യമായിട്ട് അവന്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിച്ചില്ല. എന്നാൽ മറ്റൊരാൾ കടന്നു വരൂല, ഇവനുണ്ടല്ലോ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എന്ന് വിചാരിച്ച് മറ്റുള്ളവരൊക്കെ മാറി നിൽക്കുകയും ചെയ്തു. അങ്ങനെ ആ കൗമ്, ആ സമൂഹം, എന്റെ ഉമ്മത്ത് വളരെ വിഷമിച്ചു ഇവൻ കാരണം കൊണ്ട്. അവർക്ക് നിത്യ
നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാതെ അവർക്ക് ചുറ്റടക്കാൻ ഗതിയില്ലാത്തൊരു ചുറ്റുപാടുണ്ടായി. കൊടിയ ദാരിദ്ര്യം ആ നാട്ടിലുണ്ടായി. വ്യവസായങ്ങളില്ല, കൃഷികളില്ല, ജോലിയില്ല, സാധനങ്ങൾക്കൊക്കെ തീവില, അന്നലക്കുള്ളൊരു ചുറ്റുപാട് ആ നാട്ടിലുണ്ടായി. ജീവിക്കാൻ പറ്റാത്തൊരന്തരീക്ഷം ആ നാട്ടിൽ സംജാതമായി. അങ്ങനെ എന്റെ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളുടെ, എന്റെ സമൂഹത്തിലെ ആളുകളുടെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുത്താൽ അല്ലാഹുവേ നീ അവനെയും വിഷമിപ്പിക്കണേ എന്ന്. നമുക്ക് നന്മ കൊണ്ടല്ല, അവനെ വിഷമിപ്പിക്കാന്ന് പറഞ്ഞാൽ പല നിലക്കാകാം. പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സ്വസ്ഥമായി ഭരണം നടത്താൻ അവന് കഴിയില്ല. അയൽപക്കത്ത് നിന്നുള്ള അക്രമങ്ങളുടെ ഭീഷണി എപ്പോഴും 24 മണിക്കൂറും അവർ കയറി എന്തെങ്കിലും ആക്രമിക്കുമോ എന്നുള്ള പേടി, അങ്ങനെ പല നിലക്കുള്ള ഭയങ്ങള്. അതുപോലെ തന്നെ നാട്ടിൽ പ്രകൃതി ക്ഷോഭം എന്നൊക്കെ നമ്മൾ പറയാലോ, അന്നലക്കുള്ള വിഷമങ്ങൾ. എപ്പോഴും ഒരു കീറാമുട്ടിയായിട്ട് അവന്റെ ഭരണം ഒരു നല്ല ഭരണമാണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കും. അവൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിന്നാൽ തീർച്ചയായിട്ടും അവന് വിഷമമാണുണ്ടാകുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തെ അറിയിച്ചതാണ്. നേരെ മറിച്ച് വമൻ വലിയ മിന്നംദി ഉമ്മത്തി ഷൈഅൻ, എന്റെ സമൂഹത്തിൽ നിന്ന് എന്റെ സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു, എന്നിട്ട് ഫറഫഖ ബിഹിം, പരമാവധി അവർക്ക് അവൻ മമതയോടുകൂടെ പെരുമാറി, നല്ല നിലക്ക് അവർക്ക് വാത്സല്യം വാരിക്കോരിക്കൊടുത്തു, അവരുടെ എല്ലാ കാര്യങ്ങളിലും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു, അവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ ചെയ്തു കൊടുത്തു, അവരുടെ വളർച്ചയ്ക്ക് ഉയർച്ചക്ക്, അവരെ പട്ടിണി മാറ്റുന്നതിൽ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അന്നലക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവൻ ചെയ്തു. അവരോട് അല്ലാത്ത വാത്സല്യം കാണിച്ചു. അങ്ങനെയും ചില ഭരണാധികാരികളൊക്കെ നമുക്കിവിടെ കാണാമല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഈ നാടിനു വേണ്ടി ചെയ്യുന്നത്. അതൊന്നും ചെയ്തില്ലെങ്കിൽ സത്യത്തിൽ നമ്മുടെ നാട്ടത്തമാരല്ലല്ലോ. ഇവിടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. എന്നിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ്, എത്രയെത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പഠിക്കാൻ തയ്യാറുള്ളവർക്ക് ഈ നാട്ടിൽ മാത്രമല്ല, ഇനി ഇവരുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ എത്രയും ഉയർന്നു പഠിക്കാനുള്ള എല്ലാ സ്കോളർഷിപ്പും കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുക. ഗൾഫ് നാട് തന്നെ വളരെ ഇതല്ലേ, നമ്മൾക്ക് എത്ര നമ്മൾ ചിന്തിക്കാൻ പറ്റും. സ്കൂൾ കുട്ടികൾ ഉണ്ടാകുന്നതിനനുസരിച്ച് പൈസ കൂടുതൽ കൊടുക്കുക. നമ്മളവിടെ കുട്ടികളെ പരമാവധി കുറക്കാനാ നോക്കള്. ഇവിടെ കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള പിന്നെ സൈപ്പൻഡും കൊടുത്തിട്ട് സ്കോളർഷിപ്പൊക്കെ കൊടുത്തിട്ട് മാതാപിതാക്കളെയും പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുക. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവർ കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകുകയാണെന്ന് വെച്ചാലോ എന്നലക്കുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് വേണ്ടത്. അതെല്ലാം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നു. അതുപോലെ മറ്റെല്ലാം മറ്റു വികസന കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ചാൽ മനസ്സിലാക്കും. പിന്നെ വരുമാനം ഉണ്ടായതുകൊണ്ടാണ് നമുക്കത് ഒരു ഇതിൽ പറയാൻ, അതൊക്കെ ഉണ്ടാക്കാനുള്ള നോക്കണമല്ലോ നമ്മളൊക്കെ. അതുപോലെ നമ്മൾ പരമാവധി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് നമുക്ക് പറയേണ്ടി വരും. ഞാൻ അതേക്കുറിച്ച് പറയാല്ല. ചുരുക്കത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഉമ്മത്തിനോട്, അവരുടെ ആ ജനങ്ങളോട്, പ്രജകളോട്, അണികളോട്, ആ നാട്ടിലെ പൗരന്മാരോട് ദയയോടുകൂടെ, സ്നേഹത്തോടുകൂടെ അവരുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്ന, അത്തരം നയപ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വരുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുആ ചെയ്തു, പടച്ചവനെ അവരോട് നീ അലിവ് കാണിക്കണമേ, അവർക്ക് നീ കരുണ ചെയ്യണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ അത് ആരാണോ ആ രീതിയിൽ ആ ഉമ്മത്തിനോട് ഒളിയമ്പുകളൊന്നും ഉണ്ടാവില്ല എന്നും കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹദീസും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ, ഫിഖ്ഹ് സംബന്ധമായ ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിനോട് അദ്ദേഹത്തിന്റെ ഇടയിൽ
PM ചെയ്താൽ മതി. വളരെ വിശദമായി തന്നെ ആധികാരികമായി തന്നെ അതിന് പണ്ഡിതോചിതമായ മറുപടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഹദീസ് പറയുന്നതിന്റെ ഇടയിൽ കൂടെ നമ്മൾ മസലയും കൂടി പറയാൻ നിൽക്കുമ്പോൾ അത് മാത്രമല്ല, നമ്മൾ അതിനൊരു വേദി, അതിനൊരു സന്ദർഭവും ചാൻസും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാവുന്നതുമാണ്. അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉസ്താദ് അവർക്ക് PM ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വിശദമായിട്ട് തന്നെ ആധികാരികമായിട്ട് തന്നെ അതിന് മറുപടി ലഭിക്കുകയും ചെയ്യും എന്ന് എന്റെ മാന്യ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. وعن أبي مريم الأزدي أنه قال لمعاوية رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول من ولاه الله شيئا من أمور المسلمين فاحتجب دون حاجتهم وقلتهم وفقرهم احتجب الله دون حاجته وخلته وفقره يوم القيامة فجعل معاوية رجلا على حوائج الناس. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണാധികാരികളാണ്. രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ വിഷയങ്ങളൊക്കെ അറിയാവല്ലോ. ഭരണം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലെത്തുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. ഏതായാലും ശരി, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മറിയമുൽ അസ്ദി എന്ന സ്വഹാബി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? എല്ലാ കാര്യങ്ങളും ഇപ്പോ എല്ലാ സ്വഹാബികൾക്കും തന്നെ ഈ ചോദ്യങ്ങൾ നൂർ ഫൈസ് ഉസ്താദിന്റെ ആയിട്ടില്ല, അതന്നെ അത് കൊടുത്താൽ മതി. എല്ലാ കാര്യങ്ങളും എല്ലാ സ്വഹാബികളും കേട്ടോളണം എന്നൊന്നുമില്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. ഏതായാലും ശരി, ഈ മുആവിയ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെയാണെങ്കിലും ശരി, അദ്ദേഹത്തോട് ഒരു ഉപദേഷ്ടാവ് എന്ന നിലക്ക് സ്വഹാബി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? സമിഅത്തു റസൂലല്ലാഹ്, അദ്ദേഹം മുആവിയ ഭരണാധികാരിയാണല്ലോ. അന്നൽക്ക് അപ്പോ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ നമ്മളെ മാതിരിയല്ല, അന്ന് അവരോട് അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാവും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ഒരു സഹോദരിയുടെ വാക്ക് കേട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്റെ ഭരണത്തിലുണ്ടാകുന്ന അപാകതകൾ തിരുത്താൻ ഈ സമൂഹത്തിലെ ഒരു സഹോദരിക്ക് പോലും കഴിയുന്നൊരു ചുറ്റുപാടുണ്ടായല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്ന രംഗമുണ്ടായി. നമ്മളെ ഈ കാലത്താണെങ്കിലോ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഏതായാലും ശരി, പക്ഷെ ഇപ്പോഴും അങ്ങനെ പരസ്യമായിട്ട് പറയാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ. ഏതായാലും അങ്ങനെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞു, സമിഅത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലാഹുല്ലാഹു ശൈഅൻ മിൻ ഉമൂരിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളെ വാലിയാക്കിയാൽ, അദ്ദേഹത്തിനെ വലിയാക്കിയാൽ, ഉത്തരവാദിയാക്കിയാൽ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഫഹ്തജബ ദൂന ഹാജത്തിഹിം വഖല്ലത്തിഹിം വഫഖരിഹിം, അവരുടെ ദാരിദ്ര്യത്തിനെതിരെ ഇവൻ മുഖം തിരിച്ചു കളഞ്ഞു. അവരുടെ മറ്റുള്ള പാവങ്ങൾ, അവരുടെ ദാരിദ്ര്യവും അവരുടെ മിസ്കിൻ പാവത്തരങ്ങളും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്കെതിരെ ഇവൻ മുഖം തിരിച്ചു കളഞ്ഞു. അവരുടെ പോരായ്മകൾക്കെതിരെ അത് പരിഹരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായാൽ, മുസ്ലിങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏറ്റെടുത്ത ഒരു ആളുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അന്ത്യനാളിൽ ഈ ഭരണാധികാരികൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം, അദ്ദേഹത്തിന്റെ ആവശ്യം, ആ ആവശ്യത്തിൽ നിന്ന് സർവശക്തനായ തമ്പുരാനും മുഖം തിരിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട്. അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുമ്പോൾ, ഒരു സമൂഹത്തിന്റെ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ആ കാര്യത്തിൽ അവരെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ പുരോഗതിക്കാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ ഭരണാധികാരിയുടെ കടമയാണത്, കടപ്പാടാണ്. അവരെ അതേ സ്റ്റേജിൽ നിർത്തുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അതിനേക്കാൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്.
അവർ ആരായാലും ശരി അവരെ കൈപിടിച്ചുയർത്താനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തേ പറ്റൂ. അവരുടെ പുരോഗതി, അവരുടെ ഭൗതികമായ പുരോഗതി നോക്കേണ്ടതുണ്ട്. അവരുടെ മറ്റുള്ള ആത്മീയമായ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിന്റെ പുറമെ അവരുടെ ഭൗതികമായ പുരോഗതിയും അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് പരത്തി പറയേണ്ട കാര്യമല്ലോ. അതിൽ ഇവൻ വല്ല വീഴ്ചയും വരുത്തിയാൽ, അതിൽ ഇവൻ മുഖം തിരിച്ചു നിന്നാൽ, ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ മുഖം തിരിച്ചു നിന്നാൽ, നാളെ ഇവനൊരുപാട് ആവശ്യങ്ങളുണ്ടാവും. പരലോകത്ത് വരുമ്പോൾ, ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവനൊരുപാട് ആവശ്യങ്ങളുണ്ടാകും. ആ ആവശ്യങ്ങൾക്ക് നേരെ പടച്ച റബ്ബ് മുഖം തിരിച്ചു നിൽക്കും. ഇവൻ ഒരാവശ്യവും നിർവഹിച്ചു കൊടുക്കൂല, ഇവന്റെ ഒരു വേദനയും അകറ്റലുണ്ടാകൂല, ഇവന്റെ ഒരു പ്രയാസവും ദൂരീകരിച്ചു കൊടുക്കുന്ന വിഷയം ഉണ്ടാകൂല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ സ്വഹാബി പറഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അത് ഉൾക്കൊണ്ടു. അതൊന്നും മനസ്സിലാക്കുന്നത് ഉൾക്കൊണ്ടു. ശരിയാണ്, അങ്ങനെ തന്നെ വേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അത് ഉൾക്കൊള്ളണം പറഞ്ഞു. ഒരാളെ മുസ്ലിം വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ തന്നെ നിശ്ചയിച്ചു, ഒരു മന്ത്രിയെ നിശ്ചയിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആർക്കൊക്കെയാണോ വിഷമവും വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് അത്തരം ആളുകളെ അത്തരം ആളുകളുടെ വിഷമങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് പരിഹരിച്ചു കൊടുക്കുക ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഒരു വകുപ്പുണ്ടാക്കി അതിനൊരാളെ നിശ്ചയിച്ചു. ഇപ്പൊ നമുക്ക് എല്ലാത്തിനും വകുപ്പൊക്കെ ഉണ്ട്, വേണ്ടാത്തതിനെ ആ വകുപ്പ് ഉപയോഗപ്പെടുത്തൂ എന്ന് മാത്രം. കണ്ടില്ലേ, പഠിക്കാൻ വന്ന മക്കളെ തിരിച്ചയച്ചൊരു ഗതികളാപ്പോ എന്തെങ്കിലും പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനല്ലേ നോക്കേണ്ടത്. അത് എന്നിട്ട് പല നിലയ്ക്ക് വ്യാഖ്യാനിച്ച് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി എന്തെല്ലാം അപകടങ്ങളുണ്ടായി അതിന്റെ പേരിൽ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. ഏതായാലും ശരി, അപ്പൊ ചുരുക്കത്തിൽ ഭരണാധികാരികൾ വഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, അവർ സ്വീകരിക്കേണ്ട നയങ്ങളെക്കുറിച്ചാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നാം ഇത്രയും നേരം ചർച്ച ചെയ്തത് റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മളൊക്കെ അന്നലക്കല്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ അബ്ദ് എന്ന പരിധിയിൽപ്പെടുന്നവരാണ് നമ്മളൊക്കെയും. നമുക്കൊക്കെ നമ്മുടേതായ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട്, നമ്മുടെ ആ വൃത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം ഒന്നാമതായി നമ്മോട് ഹദീസുകളൊക്കെ പറയുന്നത് ശരിയാം വണ്ണം ആ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കണം. എപ്പോഴും നമുക്ക് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടായിരിക്കണം. അതിലെന്തെങ്കിലും കുറവ് വരുമ്പോൾ അതിൽ കുറ്റബോധമുണ്ടാവണം. ആ വീഴ്ചകൾ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാവണം. അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. അതോടുകൂടെ നേരത്തൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ വ്യക്തിജീവിതം പരമാവധി നന്നാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല മാസങ്ങളുമൊക്കെയാണ് കടന്നു വരുന്നത്. നമുക്കറിയാം, പിന്നെ നമ്മുടെ ബറാത്ത് രാവൊക്കെയാണ് കടന്നു വരാൻ പോകുന്നത്. ആ ബറാത്ത് രാവിനെയൊക്കെ ഹയാത്താക്കുന്നതിൽ പരമാവധി ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതേക്കുറിച്ചൊക്കെ പ്രത്യേകം ചർച്ചകൾ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്നത് കൊണ്ട്, പ്രത്യേകം വിലയിരുത്തലുകളും പ്രത്യേകം ഉത്ബോധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കി അതിനെ പിൻപറ്റാനും, അസത്യത്തെ ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ വർജിക്കാനും ഒഴിവാക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അസീസ് യമാനി ഉസ്താദിന്റെ കുട്ടി ഹോസ്പിറ്റലിലാണ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കുമാറാവട്ടെ. പൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഹോസ്പിറ്റലുമായിട്ട് കഴിയുന്ന, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, നമ്മളോടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും.
എന്റെ ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന പിന്നെ റേഡിയോ വഴിയും മറ്റൊക്കെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആരെയും നമ്മൾ മറക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന് ആരൊക്കെയാണോ രോഗമായി വിഷമിക്കുന്നത് എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ ഷാഫിയായ കാഫിയായ അല്ലാഹു നമ്മുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കി തരുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് നമ്മെ ആരെയും അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജോലികളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നാം ഏർപ്പെടുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും അല്ലാഹു റഹ്മത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നിഅമത്ത്, ഭൗതികമായ നിഅമത്ത്, അല്ലാത്ത നിഅമത്തായിട്ട് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തുകൾക്കൊക്കെ ശുക്ർ ചെയ്യുന്ന ഷാക്കിരീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ആ നിഅമത്തുകളൊക്കെ നമ്മളിൽ നിലനിർത്തി തരുകയും ആ നിഅമത്തുകളൊക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുകയും ചെയ്യട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ അതുപോലെ ജീവിക്കൽ ഖൈറാകുന്ന കാലത്തൊക്കെ ഇസ്സത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ മുസ്ലിങ്ങളായി ജീവിക്കാനും മരിക്കൽ ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഈമാനോടുകൂടെ മരിക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഷഫാഅത്തിൽ പെടുത്തി അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവസാനം അവിടുത്തോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ, അവിടുത്തെ സദസ്സിൽ പങ്കെടുക്കാൻ, അവിടുത്തെ ആ പവിത്രമായ പരിഭാവനമായ മുഖം ഒന്ന് കണ്ട് സന്തോഷിക്കാൻ, സായൂജ്യമടയാൻ, അവിടുത്തെ ആ തിരു കൈകളൊന്ന് പിടിച്ചു ചുംബിക്കാൻ ഒക്കെയും അല്ലാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ട നമ്മെ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. ആരെങ്കിലും മൈക്കിൽ വരണം എന്ന് അപേക്ഷിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين. صلى الله